എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കെനിയ ട്രിപ്പിന് ശേഷം നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഭക്തി നിറഞ്ഞ് തുളുമ്പുന്ന ശ്രീരാമചന്ദ്ര ഭഗവാന്റെ മണ്ണായ അയോധ്യയിലേക്ക്. അപ്പോൾ ഇത്തവണയും ഞങ്ങൾ ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്തത്. കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർക്കും ബാംഗ്ലൂരിൽ നിന്ന് ലക്നൗവിലേക്കുമാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. നിങ്ങളീ കാണുന്നത് ലക്നൗ എയർപോർട്ടാണ്. ലക്നൗ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ താമസിക്കുന്ന ഹോട്ടലിലേക്കാണ് പോയത്. ഇത് ലക്നൗവിൽ ഞങ്ങൾ താമസിച്ച ഹോട്ടൽ താജ്മഹലാണ്. രാവിലെ ഒരു 7:30 മണിയോടെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് അയോധ്യയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ അയോധ്യയിൽ 10:30 മണിയോടുകൂടി എത്തിയിരിക്കുകയാണ്. ഞങ്ങളൊരു ട്രാവലറിനാണ് ലക്നൗവിൽ നിന്ന് അയോധ്യയിലേക്ക് വന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ ഹനുമാൻ ക്ഷേത്രത്തിന് വളരെ അടുത്തുള്ളൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാവലറിന് പോകാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ വന്ന ഡ്രൈവർ ഇവിടെ പാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമുക്ക് ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് ഒരു ഓട്ടോറിക്ഷയ്ക്കാണ് പോകേണ്ടത്. ഇപ്പോൾ ഇതാ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിറയെ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്. ഈ ഷോപ്സിലൊക്കെ വളരെ കളർഫുള്ളായിട്ടുള്ള ഷോളുകളും സാരികളും ബാഗുകളും, ഈ ബാഗ്സിലൊക്കെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ നല്ല നല്ല പിക്ചേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് പൂജയ്ക്കുള്ള സാധനങ്ങളും ഇവിടെ കിട്ടും. പിന്നെ നല്ല നല്ല മാലകളുണ്ട് ഇവിടെ. അങ്ങനെ കുറേ ഷോപ്സ് ഉള്ള ഒരു സ്ട്രീറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ കളർഫുള്ളാണ് ഈ സ്ട്രീറ്റ്. ഇപ്പോൾ ഇതാ നമ്മളിവിടെ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് കുറച്ചധികം സ്റ്റെപ്പുകൾ കയറേണ്ടതുണ്ട്.
ഇവിടെ നല്ല തിരക്കുണ്ട് ഇപ്പോൾ. ഇവിടെ ഇതിനകത്ത് നിങ്ങൾക്ക് ഹനുമാൻ സ്വാമിയുടെ വലിയൊരു വിഗ്രഹം കാണാം. അങ്ങനെ ഹനുമാൻ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഞങ്ങളിതാ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. അവിടെ വീഡിയോഗ്രാഫിയോ ഫോട്ടോഗ്രാഫിയോ ഒന്നും അലൗഡ് അല്ല. നിങ്ങൾ ഈ കാണുന്നത് അമാവ മന്ദിരമാണ്. ഇതിൻ്റെ തൊട്ടു പുറകിലാണ് നമ്മുടെ ശ്രീരാമക്ഷേത്രം ഇരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഫോണും ബാഗും ചെരുപ്പും എല്ലാം നമുക്ക് വെക്കാനായിട്ട് ലോക്കറുകളുണ്ട്. അവിടെ വെച്ചിട്ട് വേണം നമ്മൾ ശ്രീരാമ ദർശനത്തിന് വേണ്ടി പോകാനായിട്ട്. ഭഗവാന്റെ ദർശനത്തിന് ശേഷം ഞങ്ങളിതാ സരയൂ നദിയുടെ തീരത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ആക്ച്വൽ ചടങ്ങെന്ന് വെച്ചാൽ സരയൂ നദിയിൽ നമ്മൾ കയ്യും കാലും കഴുകിയിട്ടാണ് ഹനുമാൻ ക്ഷേത്രത്തിലും ശ്രീരാമക്ഷേത്രത്തിലും പോകേണ്ടത്. പക്ഷേ ഞങ്ങൾക്ക് ഈ 2 ക്ഷേത്ര ദർശനവും കഴിഞ്ഞതിന് ശേഷമാണ് സരയൂ നദിയിൽ വരാനായിട്ട് സാധിച്ചത്. അങ്ങനെ സരയൂ നദി കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് യാത്ര പുറപ്പെട്ടു. ഇവിടുത്തെ റോഡുകളിലൂടെ പോകുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മിക്കവാറും വാൾസിലൊക്കെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭഗവാന്റെ പെയിൻറ്റിങ്സ് കാണാൻ സാധിക്കും. റോഡ് സൈഡിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ചില സ്ട്രീറ്റ് ലൈറ്റ്സ് പോലും അമ്പും വില്ലിൻ്റെയും ഷേപ്പിൽ ഭഗവാന്റെ ആ ഒരു വില്ലിൻ്റെ ഷേപ്പിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ അയോധ്യ വീഡിയോ ഇവിടെ തീരുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.